സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, ആരാധ്യരെ, ഇന്ന് ധൗമ്യോപാധ്യായ ലബ്ധി എന്ന സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത്. എൻ്റെ പൊന്നുണ്ണി കണ്ണൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി നമുക്ക് ആ ധൗമ്യനെ ഇവർക്ക് പാണ്ഡവന്മാർക്ക് ഉപാധ്യായനായിട്ട് കിട്ടിയതും പിന്നീട് പാഞ്ചാലി സ്വയംവരവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പാരായണം ചെയ്യാനും അതിൻ്റെ കഥ പറയാനൊക്കെ ഉള്ളത്. സച്ചിദാനന്ദരൂപായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ താമ്രപാണി കമല പ്രണയ പ്രദോദമാ ലോലഹാരമണികുണ്ടലഹേമസൂത്രം ആവിശ്രമാംബുഗതമംബുദനീലമവ്യാദാദ്യം ധനഞ്ജയരഥാഭരണം മഹോന. എന്താ പറയണേ നോക്കാം നമുക്ക്. അർജുനൻ ഗന്ധർവനോടപ്പോഴേ ചോദ്യം ചെയ്ത നിജ്ഞനത്തിനു തക്കൊരുത്തമനുപാധ്യായൻ ആരാകണല്ലു ചൊല്ലിയിടുന്നതു കേട്ടു ചൊന്നാനാരായിക വേണ്ട നിങ്ങൾ പാരമെന്നറിഞ്ഞാലും ഉൽക്കജകാക്ഷതീർത്ഥത്തിങ്കലുണ്ടിരിക്കുന്നീതു ഉൽക്കട തപോബലമുള്ള മാമുനി ധൗമ്യൻ ദേവല സഹോദരൻ ദേവാചാര്യനു സമൻ സേവിച്ചിടണം നിങ്ങളവനെ, എന്നാലവൻ സാധിപ്പിച്ചിടുമല്ലോ നിങ്ങൾക്കു വേണ്ടതെല്ലാം. ഖേദിക്ക വേണ്ട പോകെന്നവനു മുര ചെയ്താൻ. അവിടെ തമ്മിൽ പല കഥയും പറഞ്ഞു പോയെവിടെ കണ്ടു കിട്ടി ധൗമ്യനാ മുനി തന്നെ. ശ്രീപാദങ്ങളിൽ വീണു നമസ്കാരവും ചെയ്തു താപസേന്ദ്രനെ കൂപ്പി നിന്നു പാണ്ഡവന്മാരും. സ്വാഗതമെന്നു ചൊല്ലി കുശല പ്രശ്നങ്ങളും വേഗേന ചെന്നു മുതാ സൽക്കരിച്ചിതു നന്നായി. ചന്ദ്രവംശോദ്ഭൂതനം പാണ്ഡു ഭൂപാലേന്ദ്രനു നന്ദനന്മാരായി ഞങ്ങളൈവരും ഉണ്ടായി വന്നു. ധാർത്തരാഷ്ട്രന്മാരുടെ ദുർവ്യാപാരങ്ങൾ കൊണ്ടു ധാത്രിയിൽ വേഷച്ഛന്നന്മാരായി സഞ്ചരിക്കുന്നു. പാഞ്ചാലപുരം ബുക്കു കല്യാണം കൺമാനുള്ളിൽ വാഞ്ചയുമുണ്ടു പാരം കാരുണ്യവാരാർനിധേ. നിന്തിരുവടിയുടെ ശിഷ്യകളല്ലോ ഞങ്ങൾ സന്തതം പരിപാലിച്ചിടണം തപോനിധേ. മംഗലം വരുത്തുവാൻ നിന്തിരുവടി തന്നെ ഞങ്ങൾക്കു പുരോഹിതനായിരുന്നരുളേണം. അന്നേരം മുനീന്ദ്രനുമുള്ളിലെ കണ്ണുകൊണ്ടു നന്നായി കണ്ടിതു മഹാഭാരതോദന്തമെല്ലാം. അങ്ങനെ തന്നെ ഒരു സംശയം അതിനില്ല നിങ്ങൾക്കു, പുരോഹിതൻ ഞാൻ തന്നെ നടന്നാലും. എന്താ പറഞ്ഞാല് അർജുനൻ ചോദിച്ചു, ഞങ്ങൾക്ക് ആരാണ് നല്ലൊരു ഉപാധ്യായന ആയിട്ട് കിട്ടുക എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചു പോകുന്നും വേണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഉൽക്കജകം എന്ന് പറഞ്ഞ തീർത്ഥത്തിങ്കില് ഇരിക്കുന്നുണ്ട് ധൗമ്യൻ. ആ ദേവലന്റെ സഹോദരനാണ്. ദേവാചാര്യന് തന്നെ തുല്യ, അത്രയും വലിയ ഗംഭീര ആളാണ്. അദ്ദേഹത്തിനെ പോയിട്ട് സേവിച്ചാൽ അദ്ദേഹം നിങ്ങൾക്ക് ഉപാധ്യായനായിട്ട് ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ വേഗം പോയി കുറേ കഥകളൊക്കെ പറഞ്ഞു. അവിടുന്ന് പോയ സമയത്ത് ധൗമ്യനെ കാണുകയും ചെയ്തു. കണ്ടിട്ട് വീണ് നമസ്കരിച്ചു. കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറഞ്ഞു, ഓ ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് ഉപാധ്യായനായിട്ടിരുന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ചന്ദ്രവംശത്തിൽ പാണ്ഡു എന്ന് പറഞ്ഞ ആ മഹാരാജാവിന് ഞങ്ങൾ 5 പുത്രന്മാരുണ്ടായിരുന്നു. ഞങ്ങളാണ് 5 പേരാണിത്. ആ ധാർത്തരാഷ്ട്രന്മാർ, അതായത് ധൃതരാഷ്ട്രൻ്റെ മക്കളുടെ വല്ലാതെ ദ്രോഹിക്കുന്നു ഞങ്ങളെ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രച്ഛന്നന്മാരായിട്ട്
ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കല്യാണം ഉണ്ട് പറഞ്ഞിട്ട് അവിടത്തേക്ക് പോവുമായിരുന്നു. അത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, കല്യാണം കൂടാൻ പറഞ്ഞു. അന്നേരം അവിടുത്തെ ശിഷ്യന്മാരല്ലേ ഞങ്ങളെ രക്ഷിക്കണേ പരിപാലിക്കണേ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞങ്ങൾക്ക് പുരോഹിതനായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ദിവ്യ ദൃഷ്ടി കൊണ്ടെല്ലാം മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു, നടന്നു, ഞാൻ തന്നെയാണ് ഇനി നിങ്ങൾക്ക് പുരോഹിതൻ എന്ന് പറഞ്ഞ് കൂടെ പോയി. പിന്നീടോ ധൗമ്യനെ പുരോഹിതനായി ഭരിച്ചവர்களுം ബ്രാഹ്മണരോടു ചേർന്നു താപസവരനോടും ദക്ഷിണ പാഞ്ചാലമാം നഗരമകം പൊക്കു രക്ഷിപ്പാൻ മാതാവിനെ കുംഭകാരാലയത്തിൽ ശിക്ഷിച്ചു പറഞ്ഞാക്കി ഗോപുരമകം പൊക്കാരക്ഷണം വന്നു നിറഞ്ഞു രാജാക്കന്മാർ വെൺമാടം തോറുമേറെ സമ്മാനിച്ചാശു ദൃഷ്ടദ്യുമ്നനും നൃപന്മാരെ ഇരുത്തിയതായോഗ്യം വരുത്തി വില്ലുമമ്പും ചമച്ചു രംഗത്തിങ്കൽ വരുത്തി വന്ന നൃപന്മാരെല്ലാം കേൾക്കെ ചൊന്നാൻ വില്ലിതു കുലയേറ്റി ബാണങ്ങളിവ കൊണ്ടു ചൊല്ലിക്കൊണ്ടേതു യന്ത്രം മുറിക്കുന്നവൻ തൻ്റെ വല്ലഭയല്ലോ നൂനം എന്നുടെ ഭഗിനിതാനല്ലാതെ ബലം നിങ്ങൾ കാട്ടുകിലപ്പോൾ തന്നെ വല്ലായ്മയിരുന്നു വരുത്തിയിടുവനല്ലായെങ്കിൽ ഞാനില്ലാതെയാക വേണം എന്നുടെ അച്ഛനാണ്. പിന്നെ തൻ ഭഗിനിയോട് ഈ വണ്ണമുര ചെയ്തു നിന്നെ കാമിച്ചു വന്ന മന്നവന്മാരെ കണ്ണി ഗുരുരാജാവായുള്ള ദുര്യോധനൻ താനും അരികെ മരുവിന 100 അനുജന്മാരോടും ശകുനീതാനും പുനരജലൻ വൃഷകനും ഗാന്ധാര രാജാവു തൻ മക്കളെന്നറികണി അശ്വത്ഥാമാവു ഭോജൻ ബൃഹന്തൻ മണിമാനും ദണ്ഡധാരനും സഹദേവനും ജയൽസേനൻ മാഗധൻ മേഘസന്ധി വീരനാം വിരാടനും ശംഖനും ഉത്തരനുമായവൻ പുത്രന്മാരും വസുധാധിപനായ അഭിഭൂനൃപനക്കൻ സുമിത്രൻ സുകുമാരൻ മൃഗനും സത്യധൃതി രോചമാനനും സൂര്യധ്വജനും ചിത്രായുധൻ ശ്രോണിമാനം ശുമാനും ചേകിതാനനും നീലൻ സമുദ്രസേന പുത്രനാകിയ ചന്ദ്രസേനൻ സമർത്ഥൻ ജരാസന്ധൻ താനും തൻ പുത്രന്മാരും ദണ്ഡനും സുദണ്ഡനും പൗണ്ഡ്രകവാസുദേവൻ താമ്രലിപ്തനും ഭഗദത്തനും കലിംഗനും പത്തനാധിപൻ താനും മാദ്രരാജാവായി മേവും ശല്യരും അരികെ കാണവന്റെ പുത്രന്മാരും രൗരവ്യൻ താനും രുക്മാംഗതനും തനയനും അവൻ തന്നനുജനും അരികെ രുക്മരഥൻ ഭൂരിയും ഭൂരിശ്രവാശലനുമെന്നു 3 പുത്രന്മാരോടും കൂടെ കണ്ടതു. സോമദത്തൻ കാംബോജൻ സുദക്ഷണൻ ദൃഢതന്വാബുതാനും കൗരവൻ ബൃഹൽബലൻ ശിബിയും സുഷേണനും ശൂരനാം ഔഷീധരൻ സൈന്ധവൻ ജയദ്രഥൻ ബൃഹൽക്ഷത്രനും ബൃഹദ്രഥനും ബാൽഹികനും കിതവൻ ഭഗീരഥൻ വീരവാനുലൂകനും കോസലാധിപൻ മത്സരാജനും ശ്രുതായുസ്സും അരികെ ചിത്രാംഗതനങ്ങേതു ശുഭാംഗതൻ അംഗരാജാവു കർണൻ തന്മകൻ വൃഷസേനൻ ബൃഹൽ കീർത്തിയും ബൃഹൽ ബലനും ദുർജയനും ബലവാൻ ചേതി രാജാവാകിയ ശിശുപാലൻ ബ്രഹ്മഘോഷാത്മജനില്ലവനോടൊത്തോരാരും. ഇങ്ങനെ പിന്നെ ധൗമ്യനെ പുരോഹിതനായിട്ട് കിട്ടിയത് കൊണ്ട് ഇവരിങ്ങനെ അങ്ങനെ പോന്നു. ബ്രാഹ്മണന്മാരുടെ കൂടെ പോവുകയെന്നു. ദക്ഷിണ പാഞ്ചാലം ആണ് ഈ പിന്നെ പാഞ്ചാലിയുടെ രാജ്യം. അവിടെ പോയി. അപ്പം അമ്മേനെ എന്താ ഈ അവിടെ ഒരു കുംഭകാരം എന്ന് പറഞ്ഞാൽ ഈ കലം ഉണ്ടാക്കുന്നവർ അവിടെ ഒരു വീട്ടിൽ അമ്മേനെ നിർത്തിയിട്ടാണ് ഇപ്പോൾ ഇവർ വന്നത്. ഇവരെ കൂടെ അമ്മേനിങ്ങനെ കൂട്ടി നടക്കാൻ കഴിയുന്നില്ല. അപ്പം അമ്മക്ക് ഇപ്പോൾ എല്ലാവരും ദൃഷ്ടദ്യുമ്നൻ ദൃഷ്ടദ്യുമ്നൻ എന്ന് പറഞ്ഞാൽ അഗ്നിന്ന് ആദ്യം ഉണ്ടായ ആള്, പാഞ്ചാലിയുടെ ജ്യേഷ്ഠനായിട്ട്. അതായത് പിന്നെ ദ്രോണരെ കൊല്ലാൻ വേണ്ടിയിട്ട് യാഗം ചെയ്തിട്ട് കിട്ടിയ ആളാണ് ദൃഷ്ടദ്യുമ്നൻ. അർജുനന് കൊടുക്കാൻ വേണ്ടി കിട്ടിയ ആളാണ് പാഞ്ചാലി. അങ്ങനെയാണ് ഇവർ രണ്ടാളും അഗ്നിന്ന് ഈ യാഗം ചെയ്യുമ്പോൾ അതിന് ഉയർന്നു വന്നവരാണ് 2 പേരുമായിട്ടും അനിയത്തിയായി. അപ്പോൾ
അപ്പോൾ ഇങ്ങനെ എല്ലാവരും അനിയത്തിനെയും കൊണ്ട് നടന്ന് ഓരോരാളെയും കാണിച്ചു കൊടുത്തു. ആദ്യം ഇവരോട് പറഞ്ഞു, ഈ വില്ല് പിന്നെ കുലച്ചിട്ട് ആ ബാണം തൊടുത്ത് ഈ പറയുന്ന യന്ത്രം മുറിക്കുന്നവൻ്റെ ഭാര്യയാവും എൻ്റെ അനിയത്തി. അല്ലാതെ നിങ്ങളോടൊന്ന് ബലം കാണിച്ചുകൊണ്ടല്ലോ ഒരൊറ്റ ഒരുത്തം തിരിച്ചു പോവില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇല്ലാണ്ടാവണം. അതിന് എൻ്റെ അച്ഛനാണ് സത്യവും ചെയ്തു. അനിയത്തിയോട് പറഞ്ഞു കൊടുക്കുന്ന ഓരോരാൾ. അത് നോക്ക് അനിയത്തി ഇതിന്നാളാന്ന്. ഇതാ ദുര്യോധനൻ്റെ നേരത്തെ കാലത്തെ വന്നിട്ടുണ്ടെന്തേ, പാണ്ഡവന്മാരില്ലല്ലോ ഏതായാലും. അപ്പം ഞാൻ തന്നെ കല്യാണം കഴിക്കലെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ശകുനിയും വന്നിനി. ശകുനിനെ കണ്ടാത്ത ആരും കല്യാണം കഴിക്കൂലേ, അത്ര കേമനല്ലേ ശകുനി. ഒരു കാലും മുടന്തി ഒരു കണ്ണും ഇങ്ങനെ കോത്ര കണ്ണും ആക്കിയിട്ട് നടക്കുന്ന ശകുനിനെ കണ്ടാൽ തന്നെ പെൺകുട്ടികൾ മോഹിച്ചു പോകൂലേപ്പാ. അപ്പോൾ പിന്നെ അശ്വത്ഥാമാവും ഭോജനമുണ്ട്. ഒരു വലിയ കുറേ ആൾക്കാരെ പേര് പറഞ്ഞു. ആ പേരൊക്കെ ഇപ്പോൾ കേട്ട് നമുക്കിടെ എന്താ വേണ്ടത് അങ്ങനെ പറയുന്നു. ശിശുപാലനും വന്നിട്ടുണ്ട്. ധർമ്മഘോഷൻ്റെ പുത്രനാണ് ശിശുപാലൻ. അവനോട് ഒത്ത ഒരാൾ വേറെ ഇല്ല എന്നല്ലാന്ന് പറയുന്നു. പിന്നീടോ അഗ്നികൾ 3 പോലെ ദക്ഷിണാശാധീശന്മാർ പാണ്ഡ്യനും കേരളനും ചോളനും അടുത്തുകാൺ വൃഷ്ണികളായ നരവീരരെ കണ്ടായോ നീ. കൃഷ്ണനാൽ അനുദിനം പാലിതരിവരെല്ലാം ശുക്ലവർണ്ണവും നീലവസ്ത്രവും ധരിച്ചതിശക്തിമാൻ അനന്ത തേജോമയൻ കാമപാലൻ മദ്യപാനവും ചെയ്തു മത്തനായി മധുഗിരാചിത്തവും എതിർപ്പവർ തമ്മിയും പൊടിപ്പൻ വല്ലവീ വല്ലഭനമല്ലാരി കല്യാണാത്മാ തുല്യമില്ലാത്ത പരൻ പുരുഷൻ വാസുദേവൻ സാമ്പനും ചാരുദേഷ്ണൻ സാരണൻ ഗതൻ താനും അക്രൂരൻ സത്യകനും സാത്യകീയുധാനൻ പൃഥുവും വിപൃഥുവും ഹാർദിക്കൻ കൃതവർമ്മ കഹ്വനും സമീകനും സാരമേ ജയന്താനും ഝില്ലിയും ദാനപതി പിംഗലകനും പിന്നെ കീർത്തിമാനുഷീധരൻ പാർത്ഥിവൻ വിഡൂരതൻ മറ്റും കാൺ പല നൃപന്മാരിരിക്കുന്നതിവർ മുറ്റും നിൻ ഗുണം കേട്ടു വന്നാരെന്നറിഞ്ഞാലും ഇവരിലേഖനിൽ നീ യന്ത്രത്തെ മുറിക്കുന്നതവനെ മാലയിട്ടു കൊള്ളുക നീയും ബാലേ. ദൃഷ്ടദ്യുമ്നനുമേവം പറഞ്ഞു ബോധിപ്പിച്ചു പെട്ടെന്ന് മൂടുപടമെടുത്തു പിൻവാങ്ങിനാൻ. അന്നേരം കാണായി വന്ന കന്യക നിമിത്തമായി മന്നവർ കാട്ടിയൊരു ഗോഷ്ഠികൾ പറയുമ്പോൾ ഇന്നവയെന്ന് കാമദേവനെ അറിയാവൂ വന്നിതങ്ങവൾ തന്നാൽ വേണ്ടുന്നതവർക്കെല്ലാം. മകുടമണിമയ കുണ്ടലാംഗദഹാര കടക കടിസൂത്ര വലയാദികളാവുമഖില വിഭൂഷണ ലേപനാംബരങ്ങളാൽ പരിശോഭിതന്മാരായി സായുധപാണികളായി ഛത്രചാമരവ്യജനാദികൾ കൊണ്ടു ശോഭിച്ചത്രയും മനോഹരമായ വേഷവും പൂണ്ട് തങ്ങൾക്കുള്ളൊരു വിരുതും വാദ്യങ്ങളും മങ്ങിയിടാതൊരു ചതുരംഗവാഹിനിയോടും പാർത്ഥിവേന്ദ്രന്മാരെല്ലാം ആസ്തയാ കോപ്പിട്ടുള്ളിൽ പ്രീത്യാ വന്ന കമ്പുക്കു കല്യാണം സാധിപ്പാനായി സ്പർദ്ധയും പരസ്പരം വർദ്ധിച്ചതെല്ലാവർക്കും ശ്രദ്ധയും ഒരുപോലെ വർദ്ധിച്ചു. മനക്കാമ്പിൽ ക്രുദ്ധിച്ചു നോക്കിയിടിനാരന്യോന്യം പണ്ടേയുള്ള സ്തിഗ്ധന്മാരായുള്ളവർ തങ്ങളും അതുകാലം. ഇവര് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഈ ആരാണോ ആ യന്ത്രം ഭേദിക്കുന്നത് അവരന്ന് മാലയിടണം അനിയത്തിയെന്നും പറഞ്ഞിട്ട് ഈ മൂടുപടം ഇട്ടിട്ടാണ് അതുവരെ ഉണ്ടായിരുന്നത്. മൂടുപടം എടുത്തിട്ട് ഈ ഏട്ടൻ അങ്ങോട്ട് മാറുമ്പം എൻ്റെ പപ്പ പിന്നെന്താ പറയണ്ടേ, എല്ലാവരും ബോധം കെട്ട് പോണു ആ സൗന്ദര്യം കണ്ടിട്ട്. അവർ പിന്നെ കോഷ്ടിത്തരം എന്തെല്ലോ കോഷ്ടി കളിക്കുന്നവർ ഈ പിന്നെ പെൺകുട്ടീനെ കണ്ടതുകൊണ്ട്. എന്ത് കോഷ്ടി കളിച്ചിട്ടൊന്നും വേണ്ടത് ആർക്കും കിട്ടൂല പാഞ്ചാലീന. പിന്നെ ഞാൻ കയമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോളറെല്ലാം വെക്കുന്നു ഇവർ. അത്ര ഗംഭീരത്വം കളിക്കുന്നവർ. എന്നിട്ടോ ഇന്നലെയും വരെ കണ്ട് വർത്താനം പറഞ്ഞ് നല്ല സ്നേഹത്തോടെ ഉണ്ടായവർ ഇന്നിപ്പോൾ ഇങ്ങനെ ദേഷ്യത്തിലും ശത്രുവിനെ നോക്കാൻ പോലെയല്ല നോക്കുന്നു. നീ എന്തിനിടെ വന്നിനി, നീ വന്നിട്ട് എനിക്ക് കിട്ടുമായിരുന്നു എന്നല്ല ഓരോ വിചാരം ഓരോരാക്കും അങ്ങനെയെല്ലാം കളിക്കുന്നവർ.
വിദ്യാഭിജാത്യ വിത്ത സൗന്ദര്യ ഔദാര്യ സാരസ്യാദ്യങ്ങൾ ഗുണങ്ങൾ വെവ്വേറെ ചിന്തിക്കുന്നേരം മിന്നിവളിനിക്കനുരൂപ എന്നതു തന്നെ ഒന്നുകൂടിയിടും അത്രയ നിർണയമെല്ലാം കൊണ്ടും കുലവും മഹിമയും വിദ്യയും പരാക്രമ ബലശീലാർത്ഥരാജ്യ സമൃദ്ധി ഭണ്ഡാരവും രൂപയൗവന ഗൃഹസേനയും പടവീടും ശോഭയും ഗുണജാലമോരോന്നേ കാണും തോറും പാഞ്ചാലി നമുക്കനുരൂപ എന്നതിനൊരു ചാഞ്ചല്യമുണ്ടായി വരാ ശത്രുക്കളായുള്ളോർക്കും അന്യോന്യം സുഹൃദ്ഭാവം മുന്നമേയുള്ളവർക്കും കന്യക നിമിത്തമായുള്ളിൽ വാച്ചിതു വൈരം സർവവും ഉപേക്ഷിച്ചു പാഞ്ചാലപുത്രിയായ ദിവ്യ കന്യക തന്നെ കൊണ്ടുപോയിക്കൊള്ളുവാനിപ്പോൾ എന്തൊരു കഴിവെന്നതൊഴിഞ്ഞു നൃപന്മാർക്കു ചിന്തയില്ലേതും മറ്റു സന്തതം മനക്കാമ്പിൽ ദേവകൾ വിമാനങ്ങൾ തോറും ആകാശമാർഗേ ദേവികളോടും വന്നു നിറഞ്ഞു മുനികളും ഹരിയും ഹലിയും വൃഷ്ണ്യന്ധക ഭോജന്മാരും അരിയെ യദുകുല നൃപതിയോടും തത്ര ഭൂതി തന്നുള്ളിൽ മേവും കനൽക്കട്ടകൾ പോലെ ഭൂദേവന്മാരായി മേവും പാണ്ഡുനന്ദനന്മാരെ മാധവൻ അറിഞ്ഞു തന്നഗ്രജൻ തന്നെ കാട്ടി ചേതസി സന്തോഷമുണ്ടായിതു മുസലിക്കും വാദ്യനാദങ്ങൾ കൊണ്ടു ലോകവും മുഴങ്ങുന്നു പാർത്ഥിവന്മാരും മദനാർത്തന്മാരായാരല്ലോ വില്ലെടുത്താർക്കും കുലക്കായി ഇളനൃപന്മാർക്കു വല്ലാതെ തമ്മിൽ തമ്മിൽ നോക്കിയങ്ങടങ്ങിനാർ ചേതീശനായ ദമഘോഷജൻ ശിശുപാലൻ മേദിനീപതി വീരൻ വേഗമോണ്ടെഴുന്നേറ്റു വില്ലെടുത്താശു കുലച്ചിടുവാനൊരുമ്പെട്ടുമെല്ലവേ മാഷ മാത്രമടുത്തോരനന്തരം കുലച്ചുകൂടാഞ്ഞങ്കം വിയർത്തു വശം കെട്ടു നിലത്തു വെച്ചു വാങ്ങിപ്പോയവനടങ്ങിനാൻ. ഒന്നും പറയണ്ട, ഇവളെനക്കന്നെയാണ്. എൻ്റെ അല്ലേ എൻ്റെ സൗന്ദര്യവും എൻ്റെ സമ്പത്തും എൻ്റെ രാജ്യാധികാരവും എൻ്റെ ഒന്നും പറയണ്ട. ബന്ധുവിലെല്ലാം നോക്കുമ്പം പാഞ്ചാലി എനക്ക് തന്നെയാണ് അനുരൂപ. ഇങ്ങനെയെല്ലാം ഓരോരാളും വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ പാഞ്ചാലിനെ സ്വന്തമാക്കണ്ടെന്നുള്ള വിചാരം ഇപ്പോൾ ഓരോരാൾക്കുള്ളൂ, വേറൊരു ചിന്തയുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഭഗവാനില്ലേ, ആ പൊന്നുണ്ണിക്കണ്ണൻ, അവിടത്തേക്ക് മനസ്സിലായി ആരായി വേഷം കെട്ടിയിട്ട് വന്നത്. ഒന്നും അവനവനെ തിരിച്ചറിയുന്ന പറഞ്ഞതുപോലെ ഭഗവാൻ ഈ അർജുനനെ കണ്ടാൽ തിരിച്ചറിയാതിരിക്കോ? എന്തായാലും തിരിച്ചറിയും. അപ്പം ഭൂതിതനുള്ളിൽ മിന്നും കനൽക്കട്ടകൾ പോലെ എന്നാണ് പറയുന്നത്. എന്തെന്നത്, വെണ്ണീര് കൊണ്ട് മൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ നല്ല വിറക് കത്തിച്ചാൽ ആ കനലിങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വെണ്ണീരിൻ്റെ ഉള്ളിൽ നിന്ന് ആ കനലിങ്ങനെ മിന്നുന്നത് പോലെ ഈ പാണ്ഡവന്മാർ മിന്നുന്നു. അന്നേരം മനസ്സിലായി. എന്നിട്ട് ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ പാണ്ഡവന്മാരാന്നേ വന്നിട്ടുണ്ട് അങ്ങതാന്ന്. അപ്പം സന്തോഷമായി. മരിച്ചു പോയിട്ടില്ലല്ലോ അപ്പാ എന്നും വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് നല്ല സന്തോഷമായി. പിന്നെ ഇവർ തുടങ്ങി ഓരോരാളായിട്ട് എല്ലാവരും എന്നാണ് വില്ല് പൊന്തിക്കാൻ വരെ കഴിയുന്നില്ല. ഓരോരാൾക്ക് വില്ലിങ്ങനെ പൊക്കിയിട്ട് വേണ്ടേ പൊക്കാനേ കഴിയുന്നില്ല. വേർത്ത് നാനാവിധമായിട്ട് എല്ലാവരും സ്ഥലം വിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗംഭീരനായിട്ട് ഒരാളൊന്നും, ജരാസന്ധൻ ഗംഭീരനാണല്ലോപ്പാ. എന്നിട്ടിലേക്ക് കുറച്ച് വളച്ചിട്ട് ഇങ്ങനെ കെട്ടാൻ നോക്കുമ്പോഴത്തേക്ക് തെറിച്ചു മറിഞ്ഞു വീണു. എല്ലെല്ലാം പൊട്ടി, പല്ലുമെല്ലാം പോയി, കാലിൻ്റെ മുട്ടും പൊട്ടി. അങ്ങനെ ചോരയും തൊപ്പിയിട്ട് അദ്ദേഹം വേഗം പോയി. ഇനി ചോറും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കൊട്ടാരത്തിലേക്ക് തന്നെ പോയി. എനിക്ക് ഇതിന് ഇവിടെ നിൽക്കാനേ ആയില്ലപ്പാ, വഷളായില്ലേ അറിഞ്ഞിട്ട്. അങ്ങനെ ഓരോരാൾ പിന്നെ കഴിയുമ്പോൾ ഈ ശല്യര് പോയിട്ട് എടുത്തു നോക്കി. ശല്യര് വലിയ വില്ലാളി വീരനല്ലേ, പോയിട്ട് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കോ ആവുന്നില്ല. അവരും പോയി, അദ്ദേഹവും പോയി, ദൂരം പോയി. പിന്നെ ആര് പോയത്? വൈകർത്തനെടുത്തു, രോമ മാത്രമെടുത്തു ഗുണമപ്പോൾ പടുത്വം കുറഞ്ഞവൻ മറിഞ്ഞു വീണിടിനാൻ. ഇത്തരം വില്ലാളികളാകിയ നൃപേന്ദ്രന്മാർ അത്തൽ പോണ്ടെല്ലാവരും പിന്നെ എങ്ങടങ്ങിനാൻ.
ഭൂസുര ജനം പൃഥ്വിനായകന്മാരെ പരിഹാസമോടോരോ തരം ഭർഷിച്ചു തുടങ്ങിനാൻ. കൂടിയ നൃപന്മാരിൽ കേവലമൊരുവനും പാടവമേറുമെന്നു വന്നീല. ചിത്രം ചിത്രം വില്യതു കുലക്കായിലാർക്കുമേ നൃപേന്ദ്രന്മാരാൽ എല്ലാരും ഒരുപോലെ വന്നതും നന്ന് നന്ന്. തുല്യന്മാരത്രേ ഇവരെല്ലാരും നല്ലരല്ലോ. വല്ലഭത്തിനും കുറവില്ലൊരുവർക്കുമെടോ. കല്ലുകൾ കനകവും എന്തിനു ചുമക്കുന്നിതല്ല പുണ്ടെല്ലൂ നുറുങ്ങിടുവാൻ. സുയോധനൻ പോയതു ജരാസന്ധൻ നാണവും കെട്ടു. ദന്തം പോയതു മഹാജനമാരുമേ അറിയായ്വാൻ. ഇത്തരം ബഹുവിധം ബ്രാഹ്മണർ ഓരോ ദിശി പൃഥ്വീഷന്മാരെ പ്രശംസിച്ചാക്ഷേപിക്കും നേരം. ഉത്തമനായ പാർത്ഥനുത്ഥാനം ചെയ്തു ചൊന്നാൻ. പൃഥ്വിദേവന്മാരെല്ലാം കേൾക്കണമെന്റെ വാക്യം. എല്ലാരും ഇങ്ങനെ വഷളായി പോയ സമയത്ത് ഈ അർജുനൻ എണീച്ചു. രാജാക്കന്മാരെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ശേഷം അത്രേ അർജുനൻ എണീക്കുന്നവറ്റ് പറയുന്നു. അപ്പോഴത്തേക്കോ ഈ ബ്രാഹ്മണന്മാർ പരിഹസിച്ചു വിട്ടു ഈ രാജാക്കന്മാർ. എല്ലാവരും നല്ല തുല്യന്മാരെന്നെപ്പാ, ഒരാൾക്കെങ്കിലും ആവുന്നില്ലല്ലോ നല്ല സ്വയ്പാക്കുമെന്ന് പരിഹസിക്കുന്നു. അപ്പം അർജുനൻ എണീച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ ഈ ബ്രാഹ്മണന്മാരെല്ലാവരും കേൾക്കണം ഞാൻ പറയുന്നത്. ക്ഷത്രിയന്മാർക്ക് വില്ലെടുത്ത് കൊലക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് ആർക്കും ആവില്ല എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ വിവാഹം നടക്കാതിരിക്കൂലേ, അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാലോ, ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മന്നവന്മാരാൽ സാധ്യമല്ലെന്നു വരികിൽ നാം ഒന്നുണ്ടു വേണ്ടു പുനരേതുമേ മടിയാതെ. നമ്മളാരെടുത്തു വിൽ പുലച്ചു യന്ത്രം ഛേദിച്ചമ്മ മധുമൊഴി വിവാഹം കഴിക്കയും വേണം. നിർജ്ജരപതി സുതൻ അർജുനനതു നേരം വിജ്വര മനസാ ബാണാസനം സജ്ജം കർത്തും. സജ്ജന സഭാം വന്ദിച്ചുത്ഥാനം ചെയ്തിടിനാനുജ്വലിച്ച അഗ്നിജ്വാല സത്വരം പൊങ്ങും പോലെ. വിപ്രന്മാരതു നേരം മേൽപ്പുടവയും വീശി വിഭ്രമം ദ്വിജകുമാരൻ എന്തുണ്ടാവാനെന്നാർ. അകൃത്യമിതമിതം കൃത്യമെന്നുള്ളതൊന്നും പ്രകൃത്യാബലഹീനനാമിവൻ അറിവീല. ബാലകനാഗതശ്മശ്രുവാം വടുവിനു കാലദേശാവസ്ഥാദി ഭേദബുദ്ധിയുമില്ല. ശല്യകർണാദികളാൽ സാധ്യമല്ലാതെയുള്ള വില്ലിതു കുല ചെയ്തു യന്ത്രത്തെ മുറിപ്പാനായി. വില്ലൊരു നാളും തൊട്ടിട്ടില്ലാത്ത ഭൂമിദേവൻ നിർലജ്ജൻ തുനിഞ്ഞതുമെത്രയും അന്ധകാരം. അസ്ത്രന്മാരാം ധനുർവേദപാരകന്മാരി ക്ഷത്രിയ വീരന്മാർക്കു പരിഹാസത്തിനുള്ളൂ. നമ്മളിങ്ങൊക്കെ പരിഹാസന്മാരായി വന്നിടും ദുർമതമേറും ദ്വിജപാലക ഭ്രാന്തുമൂലം. അങ്ങനെയൊക്കെ ഇവർക്ക് എന്തല്ലോ വേവലാതി വിഷമാവല. ഇനിയിപ്പോൾ നമ്മ എന്തൊന്നും ചെയ്യേണ്ടത് ഈശ്വര. ഇനി കുഞ്ഞി അനാഗത ശ്മശ്രു താടിയും കൂടി വന്നിട്ടില്ല, അത്രയും ചെറുതത്രയും. ഇത് പോയിട്ടിപ്പം ജനിച്ചതിന് ശേഷം ഈ അസ്ത്രം അമ്പും വിലും തൊട്ടിട്ടും ഉണ്ടാവില്ല. ഇവനിപ്പോൾ പോയിട്ടാണെന്ന് വഷളാവുമല്ലോ ദൈവമേ, നമ്മളെന്താ ചെയ്യണ്ടേ? ഇങ്ങനെ എല്ലാവരും പറയുന്നു. മേൽപ്പുടവയും ഈ ഇങ്ങനെ വേർക്കുമ്പോൾ വീശുവല്ലോ, നമ്മൾ അതുപോലെ ഈ ചുമലത്തൊട്ട മുണ്ടെടുത്ത് ഇങ്ങനെ വീശിക്കൊണ്ടല്ലോ എന്തല്ലോ കളിക്കലായി ആര് ഈ ബ്രാഹ്മണന്മാർ. ബ്രഹ്മചാബല്യം വലുതെന്നതുകൊണ്ടു നാം ഈ ബ്രഹ്മവാദിയെ പറഞ്ഞടക്കിയിടുക വേണം. സാധിക്കുമിവന്തനിക്കെങ്കിലും ഭൂപാലന്മാർ ബാധിക്കും നമ്മെ പുനരെന്തിനു വേണ്ടിയതും. പെണ്ണിന് ഇവന് കിട്ടിയിടുകയില്ലയല്ലോ നിർണയം യന്ത്രമേതോ മുറിച്ചാനെന്നാകിലും. ദോഷമേ എല്ലാം കൊണ്ടും ശേഷമുള്ളതു നമ്മെ ദ്വേഷവും ഉണ്ടായി വരും ഭൂപതി വീരർക്കെല്ലാം. തരം ചിലർ പറഞ്ഞിടണ നേരം പുനരുത്തരം അതിൽ ചിലർ സത്വരം ചൊല്ലിയിടിനാൻ. വേദങ്ങൾ കൊണ്ടു സാധ്യമല്ലാതെ എന്തൊന്നുള്ളൂ, വേദജ്ഞന്മാർക്കു കിഞ്ചിൽ കാര്യമില്ല സാധ്യമായി. എത്രയും ശ്രീമാനിവൻ നാഗേന്ദ്ര സമനല്ലോ സുസ്ഥിരൻ വീനസ്കന്ധനാ ജാനബാഹോയുവൻ.
വിസ്തൃത വക്ഷസ്ഥലൻ വൃത്തോരു ദ്വന്ദ്വധരൻ ശക്തിമാൻ ബ്രഹ്മക്ഷത്ര തേജസ്വി യുവാവേറ്റം. ശക്തിയില്ലായ്ക്കീലതു ഭാവിക്കയില്ല എന്നു സിദ്ധമല്ലായിക തന്നെയല്ലെന്നു ധരിച്ചാലും ബ്രാഹ്മണർക്ക് അസാധ്യമായില്ലൊരു കർമ്മങ്ങളും സാമ്യമില്ലവരുടെ മാഹാത്മ്യത്തിനുമേതും. ജലമാരുത ഫലമൂലാഹാരന്മാരിവർ ബലഹീനന്മാരതുകൊണ്ടെന്നു നിനക്കേണ്ട. ബലമാകുന്നതെല്ലാം ബ്രഹ്മ തേജസ്സിൻ ബലം, ഫലമില്ല ബ്രഹ്മ തേജസ്സിനാം ബലം കൊണ്ടും. ബ്രാഹ്മണനൊന്നു കൊണ്ടും അവ മന്തവ്യനല്ല, കാർമുകവേദോപദേശങ്ങളും അവർക്കത്രേ. ഇവണ്ണം ബഹുവിധം ബ്രാഹ്മണർ പറയുമ്പോൾ കാർവർണ്ണൻ മുഖാംബുജം പാർത്തു ദേവേന്ദ്രാത്മജൻ. അഗ്രജന്മാരോടനുവാദവും കൊണ്ടു മാദ്രേയാഗ്രജൻ കനിഷ്ഠന്മാർ തമ്മിലും കടാക്ഷിച്ചാൽ രംഗത്ത് പ്രവേശിച്ചു ചെയ്തുടൻ പ്രദക്ഷിണമംഗജാരാതി ശിഷ്യനാം ദ്രോണാചാര്യൻ തൻ കഴലിണ ഭക്ര്യാ വന്ദിച്ചു നമസ്കരിച്ചങ്കജൻ. കരിമ്പു വില്ലെടുത്തു കുലയേറ്റി ബാണങ്ങൾ 5 തൊടുത്തെയ്തതുപോലെ പാർത്ഥം കാണികൾ ചിത്രമെന്നു ചൊല്ലിയിടും നേരം എടുത്തു ചാപം പൊടി തുടച്ചു കുലച്ചുടൻ തൊടുത്തു ബാണം 5 വലിച്ചു യന്ത്രമെയ്തു മുറിച്ചു. ഇതശ്രമം നിന്നിടുന്നതു നേരം കറുത്തു ഭാവം നാനാധരിത്രീശന്മാർക്കെല്ലാം. പുഷ്പവൃഷ്ടിയും ചെയ്ത ശിരസി ദേവഗണം അപ്പോഴേ പാഞ്ചാലിയും മാലയും ഇട്ടിയിടിനാൽ ചിൽപുരുഷാനുഗ്രഹാൽ സൽപുരുഷേന്ദ്രൻ പാർത്ഥൻ ക്ഷിപ്രം ദ്രൗപദിയോടും ബ്രാഹ്മണരോടും കൂടി നിർഗമിച്ചിതു. രംഗത്തിങ്കൽ നിന്നുടൻ നൃപവർഗവും ക്രുദ്ധിച്ചിതു വെറുതെ വെറുപ്പോടെ. പാഞ്ചാലൻ പടയോടും പാർത്ഥനു സഹായമായി വാഞ്ചയാ കൂടെ കനിഞ്ഞരികെ മരുവിനാൻ. ഇപ്പോഴെന്ത് സംഭവിച്ചൂടെ നോക്കാം നമുക്ക്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ജനിച്ചതിൻ്റെ ശേഷം അമ്പും വില്ലും കാണാതെ ഈ കുട്ടി ഇപ്പം എന്തിനാന്ന് വേണ്ടാത്ത പണി നമുക്ക് നമ്മുടെ വംശത്തിനേ നാണക്കേടായി എന്നല്ലാന്ന് പറയുന്നത്. എന്നാൽ പെണ്ണിനെ ഇവന് കിട്ടുകയും ചെയ്യില്ല. രാജകുമാരിനുണ്ടോ ഈ ഒരു ഇങ്ങനെ ധർമ്മക്കാര മാതിരിയില്ലേ ഈ ബ്രാഹ്മണന് കൊടുക്കുന്നു എന്നല്ലാന്ന് ഇവർ പറയുന്നു. എന്തായാലും നമുക്ക് ദോഷം ഇനി വരൂ, എന്തെന്നപ്പാ ഇനി ചെയ്യേണ്ട ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നല്ലാന്ന് ഇവർ പറയുന്നു. അന്നേരം അതിൽ കുറച്ച് ആൾക്കാർ എല്ലാ ദിക്കിലും ഉണ്ടാവുമല്ലോ 2 തരം അഭിപ്രായം. പണ്ടത്തെ പറയാം അമ്മേനടിച്ചാലും 2 അഭിപ്രായം ഉണ്ടാവും. അതുമാതിരി 2 അഭിപ്രായം ഉണ്ട് എല്ലാ ദിക്കിലും. നേരം കുറച്ച് ആൾക്കാർ പറഞ്ഞു വേദങ്ങൾ കൊണ്ട് സാധ്യമല്ലാതെ ഒന്നുമില്ല, അന്ന് വേദജ്ഞന്മാർക്ക് അസാധ്യമായിട്ടും ഒന്നുമില്ല. കണ്ട് നോക്കിയാൽ തന്നെ പോരാ. എനിക്ക് എത്ര എന്തൊരു തേജസ്സാന്ന് കണ്ടാൽ നാഗേന്ദ്ര, അതായത് അനന്തമൂർത്തിക്ക് തുല്യൻ. ആ കയ്യെല്ലാം നോക്ക രാജാനബാഹുവായിട്ടും ആ എന്തെന്നാ പറയണ്ട്, ആ മാറിടത്തിൻ്റെ ആ വിസ്തീർണ്ണെല്ലാം നോക്കറോ. നല്ലൊരു തേജസ്സുള്ള കുട്ടിയാണ്. എന്തായാലും ഇദ്ദേഹത്തിന് ഇത് സാധിക്കുന്ന കുറേ ആൾക്കാരെ പറഞ്ഞു. ശക്തി ഇല്ലായ്കയോ അല്ല, അങ്ങനെയെല്ലാം പറയുന്നു. ബ്രാഹ്മണർക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല, അവരുടെ മാഹാത്മ്യത്തിനും പിന്നെ ഇതില്ല എന്നെല്ലാം പറയുന്ന സമയത്ത് മെല്ലെ എഴുന്നേറ്റു ഈ അർജുനൻ. എന്നിട്ടൊന്ന് ആ ഭഗവാന്റെ ആ തിരുമുഖം ഒന്ന് നോക്കി. ആ തിരുമുഖം നോക്കി കണ്ണുകൊണ്ട് കാണിക്കുകയും ചെയ്തു, ശരി പോയിക്കോന്ന്. അപ്പോൾ ഏട്ടന്മാരെ 2ആളെയും മുഖമൊന്ന് നോക്കി സമ്മതം മേടിച്ചു. അനിയന്മാരെ ഒന്ന് നോക്കി. ദ്രോണാചാര്യരെ ഒന്ന് മനസ്സുകൊണ്ട് നമസ്കരിച്ചു. എന്നിട്ട് കാമദേവനില്ലേ 5 അമ്പും തൊടുക്കുന്ന മാതിരി വില്ലൊന്നങ്ങ് തടവി അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞു. അതെടുത്ത് 5 അമ്പും അതിന് തൊടുത്തു. വലിച്ച് പിന്നെ മുറിച്ച് യന്ത്രം ചെയ്തിട്ട് മുറിച്ചു. ഇതിനെ ഈ പക്ഷീൻ്റെ കൃത്രിമ കിളീനങ്ങ് മുറിച്ചു. അപ്പോൾ പാഞ്ചാലി വരികയും ചെയ്തു, മാല ഇടുകയും ചെയ്തു, ദേവന്മാരെ പുഷ്പവൃഷ്ടിയും ചെയ്തു. പോരെ പിന്നെന്തുകൊണ്ട്. പെട്ടെന്ന് പാഞ്ചാലിയുടെ കയ്യും പിടിച്ചിട്ട് ആ സ്ഥലത്തുനിന്നങ്ങ് പോവുകയും ചെയ്തു. പിന്നെ അവിടെ നിൽക്കുന്നത് ഒരു സുഖമെല്ലാം തോന്നി. അപ്പം എല്ലാം ഈ രാജാക്കന്മാർക്കെല്ലാം ദേഷ്യം വന്ന് ഒന്നും പറയണ്ട. അപ്പം പാഞ്ചാലൻ പടയോട് കൂടിയിട്ട് ഈ പാർത്ഥനി അർജുനനൊന്നും അറിയുന്നില്ല, ഈ ബ്രാഹ്മണകുമാരന് സഹായമായിട്ട് നിൽക്കുന്ന പാവം ആരേ
ഈ പാഞ്ചാല രാജാവ്, അതായത് പാഞ്ചാലിയുടെ അച്ഛൻ. ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ നാളെ നോക്കാം. നാളെ നമുക്ക് രാജസഞ്ജയ വിജയം, അങ്ങനെ പിന്നെന്താ നോക്കട്ടെ, കുന്തി മക്കളെ കാണാഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാടെ. അപ്പം എൻ്റെ മക്കളെന്ത് വരാത്ത, ഇതിന് മുമ്പേ എല്ലാ ദിവസവും വരാറുള്ളതല്ലേ, എന്നെ ഇങ്ങനെ ഒറ്റക്കാക്കിയിട്ട് അവർ വരാതിരിക്കൂലല്ലോ ഈശ്വര. ഇനി മറ്റേവരെ കണ്ണിൽ പെട്ടു എൻ്റെ മക്കൾ. ഇങ്ങനെയല്ല ഇത് അമ്മക്കുണ്ടാകുന്ന പോലത്തെ ദുഃഖം കുന്തി ദേവിക്കും. ആ ദുഷ്ടന്മാരെ കണ്ണിലെങ്ങാനും പെട്ടുവോ, മുമ്പ് ചെയ്ത പോലത്തെ വല്ല ദ്രോഹം എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ടാവുമോ എന്നെല്ലാം ഇങ്ങനെ കുന്തി പറയുന്നതൊക്കെ നമുക്കിനി നാളെ പാരായണം ചെയ്യാനും അനുസ്മരിക്കാനും ഉള്ളത്. അപ്പം ഇന്ന് എല്ലാം പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദ പത്മത്തിൽ വെച്ച് നമസ്കരിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.